എന്നാ പിന്നെ കേറിക്കും. ഗോപാലമാമ, ഞാൻ പോവാട്ടോ. എല്ലാം വാങ്ങി നേരെ വീട്ടിലേക്കാ. എന്നിട്ട് വ്രതം തുടങ്ങണം. നവീന്റെ ഭാഗ്യ മോളെ, നിന്നെ പോലെ ഒരാളെ ഭാര്യയായി കിട്ടിയത്. ശരിയായി തന്നെ നടത്താൻ കഴിയുമെന്ന് ആശങ്കയുണ്ട്. അതുമാത്രമല്ല, ഗാഥയ്ക്ക് വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിശ്വാസമില്ല. അങ്ങനെ വന്നാൽ സർപ്പകോപം ഉണ്ടാവില്ലേ തിരുമേനി? നോക്കൂ, നാഗദേവതകളുടെ പ്രീതി ലഭിക്കണമെങ്കിൽ ദമ്പതി പൂജകൾക്ക് ശേഷം കൃഷ്ണാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നവീൻ താലി ചാർത്തിയ യഥാർത്ഥ പെൺകുട്ടി തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കണം. അതെങ്ങനെ സാധിക്കും തിരുമേനി? ഈ അവസ്ഥയില് കൃഷ്ണയെ പൂജകൾക്ക് എത്തിക്കാന്ന് പറയുന്നത് അസാധ്യമാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവരാണല്ലോ ദൈവങ്ങൾ. നമുക്ക് കിട്ടിയ ലക്ഷണങ്ങൾ അനുസരിച്ച് ഉഗ്രമൂർത്തികളായ നാഗങ്ങൾ ഈ ചടങ്ങിന് നവീൻ താലി കെട്ടിയ പെൺകുട്ടിയെ തന്നെ എത്തിക്കുമെന്നാ കാണുന്നത്. ഈശ്വര, നാഗദേവതകൾക്ക് അങ്ങനെ ഒരു ഇംഗിതമുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ സംഭവിച്ചാലും അത് തന്നെയാ നടക്കുക. ഈശ്വര, തിരുമേനി, കൃഷ്ണയും നവീനും തന്നെയല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്? ആ തീരുമാനമാണല്ലോ നാഗപ്രീതിയോടെ നടന്ന അവരുടെ വിവാഹം. അങ്ങയുടെ വാക്കുകൾ അനുഗ്രഹമായിട്ട് കളരിക്കൽ വന്നു ഭവിക്കട്ടെ. കൃഷ്ണ നവീന്റെ ജീവിതത്തിൽ വരണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം. അതിനുള്ള തടസ്സങ്ങളെല്ലാം നാഗദൈവങ്ങൾ നീക്കിത്തരട്ടെ. മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. നാഗദേവതകൾ കൈവിടില്ല. എല്ലാം വിധിയാമണ്ണം നടക്കും. വിധി അനുസരിച്ച് എത്തിച്ചേരേണ്ടവർ എത്തിച്ചേർന്നിരിക്കും. ദുബായ് മാമോ, ഇതാരാ കടയിൽ ചില മുതലാളിമാര്? കളിയാക്കല്ലടി. ഞാനെന്ത് കളിയാക്കി? ഒഴിയോരം വീട്ടിൽ അനിയൻ സാറിന്റെ മോള് മുതലാളി കൊച്ചല്ലേ? അല്ലേ ദുബായ് മാമ? പിന്നെ എന്റെ മോളെ, കുറച്ചു നേരമായി വന്നിട്ട് ഇവിടെ വന്ന് ചൂലെടുത്ത് ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി. ചെയ്യണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ, കേക്കണ്ടേ? അതിനെന്താ ദുബായ് മാമ, അവള് പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നവളല്ല. അതെനിക്ക് നന്നായി ബോധ്യായി. അല്ല, നിനക്ക് ഓട്ടൊന്നുമില്ലേ? ആഹാ, അത് കൊള്ളാം. ഇപ്പൊ തന്നെ 5-6 ഓട്ടം കഴിഞ്ഞിട്ടേ ഒരിത്തിരി നേരം നിക്കാന്ന് വിചാരിച്ച് വന്നതാ. ഓ, അത് നിനക്ക് ബുദ്ധിമുട്ടായോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ? അല്ല, നിനക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? ഏയ്, എങ്ങോട്ട് പോവാൻ? സുനന്ദേച്ചിയാണല്ലോ. ഹലോ സുനന്ദേച്ചി. കൃഷ്ണേ. സുനന്ദേച്ചി, നല്ല സമയത്താണല്ലോ വിളിച്ചത്. ഞാനിതേ ഗോപാലമ്മന്റെ കൂടെ കടയിൽ നിൽക്കാം. ആണോ? ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനാ വിളിച്ചേ. എന്താ? ഞാൻ ഗാഥമോള് പറയുന്നത് കേട്ടതാ. വിഷുവല്ലേ വരുന്നേ? കളരിക്കലെ വിഷുവിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന്. എന്ത് പ്രത്യേകത? അവിടെ എപ്പോഴും നാഗപൂജ നടത്താറുണ്ടല്ലോ. വിഷു ദിവസമുണ്ട് പ്രത്യേക പൂജ. അത് അവിടുത്തെ ദമ്പതികളുടെ ആയുസിന് വേണ്ടി നടത്തുന്നത്. പൂജകളും വ്രതങ്ങളും ഒക്കെ നടത്തിക്കോളാന്ന് പറഞ്ഞ ഗാഥമോള് സിത്താര മാഡത്തിന്റെ മുമ്പിൽ നിന്ന് പോയത്. പക്ഷേ ഗാഥയ്ക്ക് പൂജ നടത്താൻ പറ്റുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഗാഥ ചെയ്യില്ല, അത് ഉറപ്പാ. അതെ, ഗാഥ കൃത്യമായിട്ടത് ചെയ്തില്ലെങ്കിൽ നവീന്റെ ആയുസിനെ ബാധിക്കുന്ന കാര്യമാ. അല്ലെങ്കിലും ഗാഥയല്ലല്ലോ, കൃഷ്ണയല്ലേ നവീന് വേണ്ടി ഈ വ്രതങ്ങളും പൂജകളും ഒക്കെ ചെയ്യണ്ടേ? കൃഷ്ണയല്ലേ നവീൻ താലി കിട്ടിയത്. ഭാര്യയ്ക്കല്ലേ ഭർത്താവിനെ സംരക്ഷിക്കാനുള്ള അവകാശമുള്ളത്. അതൊക്കെ ശരിയാ, പക്ഷേ മോളെ, സുനന്ദേച്ചി സ്നേഹം കൊണ്ട് പറയാ, നവീൻ ഒരു ദോഷവും ഇല്ലാതിരിക്കണമെങ്കിൽ മോള് ചെയ്യാനുള്ള പൂജകളൊക്കെ ചെയ്യണം. ഞാൻ ചെയ്തോളാം സുനന്ദേച്ചി. ചടങ്ങുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അനുഷ്ഠിച്ചോളാം. വിഷു ദിവസം നേരിട്ട് പോയി നാഗക്ഷേത്രത്തില് പ്രത്യേക വഴിപാട് നടത്തുകയും ചെയ്യാം. എന്റെ നാഗദേവതകള് നവീനെ കാത്തോളും. എന്നാ ശരി മോളെ. ഗോപാലമ്മനോട് സംസാരിക്കണോ? അത് ഞാൻ കുറച്ചു കഴിയുമ്പോ വിളിച്ചോളാം. ഞങ്ങൾക്കേ സ്വകാര്യമായിട്ടാ സംസാരിക്കണ്ടേ, നീയും നവീനും സംസാരിക്കുന്ന പോലെ. ഒന്ന് പോ സുനന്ദേച്ചി. ഇതെന്നാ പൂജയുടെ കാര്യമൊക്കെ പറഞ്ഞേ? ആ അതെ, വിഷുവിന് കളരിക്കല് എന്തോ നാഗപൂജയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സ്ഥിരം ചെയ്യാറുള്ളതാന്നാ പറഞ്ഞേ.
അതിന് വ്രതാനുഷ്ഠിക്കും മറ്റും ചെയ്യണം. ഗാഥ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുനന്ദേച്ചിക്ക് ഒരു സംശയം. നവീന്റെ ആയുസിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാം എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാം. എന്നിട്ട് മോളെന്താ തീരുമാനിച്ചേ? അത് ചടങ്ങുകൾ ചെയ്തേ പറ്റൂ. നവീന്റെ ആയുസിന് ഒരു കോട്ടം വരാൻ പാടില്ല. അയ്യോ, പാടില്ല. നവീനെ വേറൊരുത്തിക്ക് വിട്ടുകൊടുക്കുകയും വേണം. ആ നവീന്റെ ക്ഷേമത്തിന് വേണ്ടി വഴിപാടുകളും പൂജകളും നടത്തുകയും വേണം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ പൂജ നടത്തുന്നതിന് നിനക്കെന്താ? ആ, നീ നടത്തിക്കോടി. നിനക്കല്ലേ അതിന്റെ അവകാശം. എത്ര കാലം കഴിഞ്ഞാലും നവീനൊപ്പം നവീന്റെ യഥാർത്ഥ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നത് നീ തന്നെയല്ലേ? അതെനിക്ക് ഉറപ്പാ. അക്കാര്യത്തിലേ ഞാൻ മോളിക്കുട്ടിയുടെ ഒപ്പാ. എപ്പോ നവീൻ കൃഷ്ണയുടെ കഴുത്തി താലി വെച്ചോ ആ നിമിഷം മുതൽ വിടാതെ ഞാൻ പറയുന്നതാ, നവീനും കൃഷ്ണനും തന്നെയാ ഒന്നിച്ച് ജീവിക്കണ്ടേന്ന്. രണ്ടുപേരുടെ സങ്കല്പങ്ങളൊക്കെ കഴിഞ്ഞോ? മോൾക്കുട്ടി, നമുക്ക് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്നാ പിന്നെ കേറിക്കോ. ഗോപാലമാമ, ഞാൻ പോവാട്ടോ. എല്ലാം വാങ്ങി നേരെ വീട്ടിലേക്കാ. എന്നിട്ട് വ്രതം തുടങ്ങണം. നവീന്റെ ഭാഗ്യ മോളെ നിന്നെ പോലെ ഒരാളെ ഭാര്യയായി കിട്ടിയത്. മോളെ, വ്രതമാണെന്ന് കരുതി മുഴുവൻ നേരം ഇവിടെ നിൽക്കണമെന്നില്ല. മോളിങ്ങോട്ട് പോന്നോളൂ. വാ. ക്ഷീണമുണ്ടല്ലേ? അതൊന്നും സാരമില്ല. ഈ ഒരു വ്രതത്തോടു കൂടി എല്ലാ ദോഷങ്ങളും അവസാനിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഇനി ഇതുപോലെ മോള് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇതെന്താ കീർത്തി, ഇപ്പോഴാണോ എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നത്? നിർമ്മല ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മയ്ക്ക് വല്ലാത്ത തലവേദനയാ, എഴുന്നേറ്റില്ല. അമ്മ അറിയണ്ട. വ്രതം എടുക്കാൻ പറഞ്ഞിട്ടുള്ളതേ ഗാഥയോട് മാത്രമല്ല, എല്ലാ ദമ്പതിമാരും അത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്. നിർമ്മല ഇനി ഈ പ്രായത്തിൽ വ്രതം എടുത്തിട്ട് എന്ത് കിട്ടാനാ? വല്ല രാജകുമാരന്മാരും മരുന്നുണ്ടോ കെട്ടാൻ വേണ്ടിട്ട്? ഗാഥമോളെ കണ്ടുപിടിക്ക്. എല്ലാ വ്രതവും കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വരുമ്പോ പോലും പൂജാമുറിയിലായിരുന്നു. ഞാൻ വിളിച്ചിറക്കിയതാ മോളെ. പൂജാമുറി ചെന്ന് കണ്ണടച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ പണ്ട് സർപ്പബലിക്ക് വ്രതം എടുത്ത ഗാഥയല്ല ഇപ്പോഴത്തെ ഗാഥ, അല്ലേ അച്ഛാ?